ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. വിടാമുയർച്ചി എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിന്റെ പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അത് 1 മില്യൺ പ്ലസ് ലൈക്സ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ബ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആവുന്നുണ്ട്. ഇപ്പോൾ കന്നഡ, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, ബംഗാളി എന്ന് പറഞ്ഞ 6 ഭാഷകളിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ ഐഡി ദ ഫേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടത്തിലത്തെ സെക്കൻഡ് സോങ് വരാൻ പോവാണ് ഇന്ന് 6 മണിക്ക്. പിന്നെ ഇത് സബർമതി റിപ്പോർട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ 2 ആഴ്ചത്തിൽ 4 ദിവസത്തെ കളക്ഷൻ 36.64 കോടിയാണുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തു. പിന്നെ പരോസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം മോഹൻലാൽ ഡയറക്ഷൻ ചെയ്തൊരു മോഹൻലാലിനെ അഭിനയിച്ചിട്ടുള്ള പടമാണ്. ആ പടത്തിന്റെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇത് മൂവി എന്ന് പറഞ്ഞ പടത്തിന്റെ വാർണർ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ പുറത്തിറങ്ങി, എന്ന് വെച്ചാൽ ട്രെയിലർ പോലത്തെ ഒരു സംഭവം. അത് 5 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ അമരൻ എന്ന് പറഞ്ഞിട്ടുള്ള ശിവാർത്തിന്റെ പടം, അത് നാളെയാണ് OTT റിലീസിന് എത്തുന്നത്. എന്തായാലും ആ പടത്തിന് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 1 കോടിയിലും കൂടുതൽ ആൾക്കാർ കയറിയിട്ടുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ സൂത് കാവും 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ നല്ല പുറത്തിറങ്ങി എന്ന് പറഞ്ഞിരുന്നു, അത് 1 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ പടം ഡിസംബർ 19 റിലീസിന് എത്താൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ട്രെയിലർ ഇന്ന് 6 മണിക്ക് വരെ എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ അടുത്ത കഴിഞ്ഞ് വരാൻ പോകുന്നത് കാന്താര 2ാം ഭാഗമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ജയ് ഹനുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള പടമുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഋഷഭ് ഷെട്ടി അഭിനയിക്കുന്ന തന്നെ. ദ പ്രൈഡ് ഓഫ് ഭാരത് ഛത്രപതി ശിവാജി മഹാരാജ് എന്നാണ് കൊടുത്തിട്ടുള്ളത് പേര്. സന്ദീപ് സിംഗ് ആണ് പടം എടുക്കുന്നത്. എന്തായാലും ഇതിന്റെ റിലീസ് അറിയിച്ചിട്ടുണ്ട് 21/1/2027. എന്നുവെച്ചാൽ 2027 ജനുവരി 21 പടം റിലീസാവുക എന്നുള്ളത്. പിന്നെ ശ്രീകാന്ത് പടമെല്ലാം അടുത്ത് വരാൻ പോകുന്ന ഒരു പടം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മെഗാസ്റ്റാർ ചിരഞ്ജീവിയാണ് പടത്തിൽ നായകനായി എത്തുന്നത്. ഹി ഫൈൻഡ്സ് ഹിസ് പീസ് ഇൻ വയലൻസ് എന്നുള്ളതാണ് ക്യാപ്ഷനായി കൊടുത്തിട്ടുള്ളത്. എന്തായാലും പോസ്റ്ററിൽ കൈമക്കൂടെ അങ്ങനെ ചോര ഒലിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാനാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ശ്രീകാന്തോടെ ഞാനിനെ വെച്ചിട്ടാണ് പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദസരയ്ക്ക് ശേഷം അവർ ഒന്നിക്കുന്ന പടമാണ് അത്. അപ്പോൾ അതിന് ശേഷമായിരിക്കും ചിരഞ്ജീവിയുടെ പടം ഉണ്ടാവുക. പിന്നെ തമർ കെ വി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഡയറക്ഷൻ ചെയ്യുന്ന പടത്തിൽ ആസിഫ് അലി ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരൊന്നും ഇപ്പം നിലവിൽ ഇട്ടിട്ടില്ല. പിന്നെ രാഹുൽ സദാശിവും ബ്രഹ്മേഗം എന്ന് പറഞ്ഞ പടത്തിന് ശേഷം പ്രണവ് മോഹൻലാലിനെ വെച്ചിട്ടാണ് അടുത്ത പടം എടുക്കുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് വൈനോട്ട് സ്റ്റുഡിയോസാണ് പ്രൊഡ്യൂസ് ചെയ്യുക കേൾക്കുന്നുണ്ട്. പടത്തിൻ്റെ ഷൂട്ടിംഗ് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി 2025 സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. അതേമാതിരി ഒറ്റ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ 45 ദിവസത്തെ ഒറ്റ ഷെഡ്യൂളിലാണ് പടം കംപ്ലീറ്റ് ആവുക എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസ്, തൃഷ, വിനയറായി ഇവരൊക്കെ മെയിൻ കഥാപാത്രം എത്തുന്ന പടം. ആ പടത്തിന്റെ ടീച്ചറിൽ നിന്ന് വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതിന്റെ ടീച്ചറിൽ നിന്ന് 5:30 വരിക എന്നുള്ള കൺഫേം ചെയ്ത് പൃഥ്വിരാജാണ് പുറത്തിറക്കുക. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോ ഷൂട്ട് നടക്കുന്നുള്ള പറഞ്ഞത് ഡിസംബർ 4 അല്ലെങ്കിൽ 5 ആയിട്ട്. പക്ഷെ എന്നാലും തുടങ്ങിയിട്ടുണ്ട് 3 4 ആയിട്ട് തുടങ്ങിയിട്ട് ഡിസംബർ 12 പുറത്തിറക്കാനാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ കാസ്റ്റ് ഉണ്ടാവും എന്നുള്ള പറഞ്ഞിരുന്നു ഒരു ആക്ടർ, അത് ധനുഷ് ആവും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഞാൻ കൺഫേം ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ കേൾക്കുന്നുണ്ട്, വന്നു കഴിഞ്ഞാൽ പൊളിക്കും. പിന്നെ സൂര്യയുടെ 45ാമത്തോടായിട്ടുള്ള സൂര്യ 45 RJ ബാലാജി എടുക്കുന്ന പടമാണ്. ആ പടത്തിലത്തെ കുറേ കാസ്റ്റിൻ്റെ അപ്ഡേറ്റ് നമ്മൾ വന്നിരുന്നു. അപ്പോൾ അതിൽ ഇന്ദ്രൻസ് ഉണ്ടാവും എന്നുള്ള പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ആൾ ഇതിൽ ജോയിൻ ചെയ്തെന്നുള്ളതൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പിന്നെ വിജയ് സേതുപതി ഇതിലൊരു ക്യാമിയായി എത്തുന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും കാസ്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്നതാണ്. പിന്നെ LT എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് ഇട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നന്ദു പറഞ്ഞിട്ടുള്ളതാണ് എമ്പുരാനിലത്തെ വില്ലൻ ആരാന്നുള്ളത് നന്ദുവിനെ അറിയില്ല എന്നുള്ളത്. എന്നുവെച്ചാൽ പടത്തിൻ്റെ ഫുള്ള് കഥ ആകെ 4 പേർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ 4 പേർക്ക് മാത്രമാണ് വില്ലൻ ആരാന്നുള്ളത് അറിയുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പടം മാർച്ച് 27 റിലീസിനെത്താൻ പോകുന്നത്. അതിൻ്റെ മുന്നായിട്ട് കാസ്റ്റ് അപ്ഡേറ്റ് മൊത്തം പുറത്തിറക്കുന്നുള്ള കേൾക്കുന്നുണ്ട് ജനുവരി മുതൽ. പിന്നെ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമുന്തൻ്റെ പടത്തിൻ്റെ പ്രൊമോഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ബിസ്ലറി എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളംകുപ്പിലും മുകളിലൊക്കെ കൊടുത്തിട്ട് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ട്രെയിലർ ഡിസംബർ 7 പുറത്തിറങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് മാത്രം 50 കോടിയുടെ മുകളിലേക്ക് കടന്നിട്ടുണ്ട്. മൊത്തത്തിൽ 100 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട്. ഫ്രീ സെയിൽസ് മാത്രമാണ്, എന്തായാലും റെക്കോർഡ് തന്നെയാണ്. പിന്നെ കേരളത്തിലത്തെ ഫ്രീ സെയിൽസ് കളക്ഷൻ 2.70 കോടിയുടെ മുകളിലേക്കാണ് ആയിട്ടുള്ളത്. എന്തായാലും മൊത്തം 110 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ വേൾഡ് വൈഡ് ആയിട്ട്. പിന്നെ നേരത്തെ തന്നെ കേട്ടിരുന്നു പുഷ്പ 3 ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ പുഷ്പ 3 ദ റോഡ് എന്നൊക്കെയാണ് പേര് കേട്ടിരുന്നത്. പക്ഷേ അപ്പോൾ അങ്ങനെയല്ല, പുഷ്പ 3 ദ റാംപേജ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ ഫോട്ടോ കാണിക്കാം. ഈ പടത്തിൽ വിജയ് ദേവരകൊണ്ടായിരിക്കും വില്ലനായി എത്തുക എന്നുള്ളത് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ലാസ്റ്റ് അങ്ങനെ ഒരു ക്യാമിയോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കൂടെ ഒരു പടത്തിൻ്റെ ടീച്ചർ വെക്കും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് വേറെ ആരുടെ അല്ല, മമ്മൂട്ടിയുടെയാണ്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ. ആ പടത്തിൻ്റെ ടീച്ചർ ഇന്ന് 7 മണിക്ക് വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ഗോകുൽ സുരേഷിനെ കാണിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ലുക്കും വന്നിട്ടുണ്ട്. മമ്മൂട്ടി ലുക്കും ഓൾറെഡി മുന്നേ വന്നാണ്, വേറെ രീതിയിൽ. ആകെ ഒറ്റ പോസ്റ്റർ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ 2ാമത്തെ പോസ്റ്ററാണ്. ഇനിയിപ്പോൾ ടീച്ചർ ഇന്ന് 7 മണിക്കും. എന്തായാലും വെയിറ്റിംഗ് ആണ്. പിന്നെ ഹാസിദായത്ത് അടുത്തായിട്ട് എടുക്കാൻ പോണ പടം ദുൽഖർ സൽമാനെ ചിറ്റാണെന്നുള്ള പറഞ്ഞു കേട്ടായിരുന്നു. അത് തന്നെയാണ് വരാൻ പോണത്. അപ്പോൾ ആ പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് FR ഫിലിംസും അതിൻ്റെ കൂടെ തന്നെ വൈജയന്തി മൂവീസും കൂടിയിട്ടാണെന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു വലിയ പ്രൊജക്റ്റ് ആയ കാരണം തന്നെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.